ഇവിടെ ഒരു നാടകമല്ല, രണ്ട് നാടകമാണ്. ആദ്യത്തെ നാടകത്തിൽ ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള കുറെ നടന്മാർ, രണ്ടാമത്തെ നാടകത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേശായിയുടെ നേതൃത്വത്തിലുള്ള കുറെ മറ്റ് നടന്മാർ, ഇതിന്റെ സംവിധായകനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ നിശ്ചയിച്ചാൽ ഇതിപ്പോൾ ഈ ചവറ്റുകുട്ടയിൽ വേണമെങ്കിൽ എടുത്തെറിയാൻ കഴിയുന്ന തരത്തിലുള്ള കേരള സ്റ്റോറി പോലുള്ള സിനിമയ്ക്ക് പുരസ്കാരം നൽകിയതുപോലെ നാളെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് പുരസ്കാരം നൽകുമെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ നാടകത്തെ പരിഗണിക്കാനും കഴിയും. പക്ഷേ ഈ നാടകത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് രണ്ട് ക്ലൈമാക്സ് അല്ല, ഒറ്റ ക്ലൈമാക്സ് ആയിരിക്കും. ആ ക്ലൈമാക്സ് എന്താണെന്നറിയാനാണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നാളെ ജാമ്യം കിട്ടുമോ, ജാമ്യം കിട്ടില്ലയോ, NIA കോടതി അധികാരമില്ലെന്ന് പറയുമോ, അതോ NIA കോടതി ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് പോകുമോ?